ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും റമദാൻ കരീം. അപ്പോൾ എല്ലാവരുടെയും നോമ്പ് നല്ല റാഹത്തായിട്ട് പോകുന്നതെന്ന് വിചാരിക്കുന്നത്. ഇത് ഒമാനിലെ മാസപ്പിറവി കണ്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അതും പിന്നെ പിറ്റേന്നുള്ള നമ്മുടെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായി കാണാൻ കണ്ടിഷ്ട ലൈക്ക് കമൻറ്റ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ദുബായിലും സൗദിയിലൊക്കെ ഒരു ദിവസം മുമ്പേ ഉണ്ടായിരുന്നു. ഒമാനിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ നമുക്കും അവർക്കെല്ലാം സെയിമാണ്. അപ്പോൾ മാസപ്പിറവി കണ്ടതിന് ശേഷം ഇതാ ഉച്ചക്ക് പിന്നെ ഇക്കാക്ക് പോകാൻ ടൈം കിട്ടിയിട്ടില്ല. നമുക്ക് ഉച്ചക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ നമ്മൾ രാത്രിയാണ് പോയത്. ഇക്ക ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ലുലുവിലും നെസ്റ്റോലൊക്കെ ഒന്ന് കയറി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ നോക്കിയെടുത്ത്. പിറ്റേന്ന് രാവിലെ സ്കൂളിൽ എക്സാമും ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വേഗം പണികളെല്ലാം തീർക്കാമെന്ന് വിചാരിച്ച്. എന്നാലും നമ്മൾ ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം നോക്കിയിട്ട് കുറച്ച് ടൈമായിപ്പോയി. അങ്ങനെ ഇതാ പിന്നെ നെസ്റ്റോയിൽ കയറിയിട്ട് ഡേറ്റ്സ് എല്ലാം നോക്കലാണ്. ലുലുവിന് പിന്നെ കുറച്ച് റേറ്റ് എല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ നെസ്റ്റോന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ അവിടെയും കുറച്ച് ഓഫറിലെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഡേറ്റ്സും ഫിഷൊക്കെ വാങ്ങിച്ച്. ഇത് ട്യൂണ ഫിഷാണ് കേട്ടോ. ഈ കാണുന്നത് നല്ല ടേസ്റ്റാണ് ഫ്രൈ ചെയ്താൽ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ പ്രോൺസ് എല്ലാം വാങ്ങിച്ചിട്ട് ഇവിടുന്ന് അങ്ങനെ വേഗം പോകാമെന്ന് വിചാരിച്ച്. ലേറ്റായിപ്പോയി. പിന്നെ ഇതാ നോക്കിയിട്ട് നടക്കുമ്പോഴാണ് പിന്നെ ഓരോ സാധനം മറന്നുപോയത് ഓർമ്മ വരെ. അങ്ങനെ ഇതാ മൈദ ആവശ്യമാണ്. ഞാൻ പിന്നെ മൈദ അങ്ങനെ വലിയ പ്രൊമോട്ട് ചെയ്യൂല, എന്നാലും അത്യാവശ്യമായിട്ട് വേണ്ടതായതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ അമ്മാൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിന്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പോൾ ഒരു മണീൻ്റെ അടുപ്പിച്ചിട്ടായിന്. പിറ്റേന്ന് രാവിലെ മോന് സ്കൂളുണ്ട്. അതുകൊണ്ട് ഇതാ സാധനമൊക്കെ അതുപോലെ തന്നെ വെച്ച് പിറ്റേന്ന് രാവിലെ മുതലാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ സ്കൂളിലേക്ക് പോയി. 6:05 ബസ് വരും. 2-3 മാസമായിട്ട് നല്ല ഇരുടായിരുന്നു. ഇതാ ഇപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്ന് തുടങ്ങി. 5:10 ബാങ്ക്. അപ്പം 4:30 എണീച്ചിട്ടുണ്ടായിന്. പിന്നെ പെട്ടെന്ന് ചായയും ലേറ്റായിട്ട് ഉറങ്ങിയതല്ല, അതുകൊണ്ട് പിന്നെ വേഗം അത്താഴം കഴിച്ചിട്ട് നിസ്കാരം ഒത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ അതിന് ശേഷം എടുത്ത വീഡിയോ ആണിത്. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കണ്ടല്ലോ. ഉച്ചയ്ക്ക് ശേഷം ആകുമ്പോൾ കിച്ചണിൽ കയറിയാൽ മതി. 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാൽക്കണിയിലെ വ്യൂ കണ്ടില്ലേ, നമ്മുടെ ഗ്രൗണ്ട് ഫുള്ളായിട്ട് പച്ചപ്പായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് നേരം അതിങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ തലേന്ന് വാങ്ങിച്ച സാധനമൊക്കെ ഉണ്ടായിനി. അതൊക്കെ ഇതാ ഇവിടെ തന്നെ ഇങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായത്. പിന്നെ വെജിറ്റബിൾസ് എല്ലാം ഞാനൊന്ന് കവർ ജസ്റ്റ് പൊട്ടിച്ച് വെച്ച് ഈർപ്പം നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. സാധാരണ ഷോപ്പിംഗ് കഴിഞ്ഞാൽ അന്നേരം തന്നെ എല്ലാം ഒതുക്കി വെച്ചാലേ ഒരു സമാധാനം കിട്ടും. ഇതിപ്പോൾ നമ്മൾ തലേന്ന് ഉറങ്ങുമ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിന്. 2 മണിയായിന്. പിന്നെ 4 മണിക്ക് 4:30 ആകുമ്പോൾ പിന്നെ എണീച്ച് പിന്നെ സ്കൂളിലാക്കാനും അതൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ വെച്ചിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ ഞാൻ കവർന്നെല്ലാം എടുത്ത് ഒന്ന് റെഡിയാക്കി വെക്കലാന്ന്. തക്കാളിയെല്ലാം ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ തുടച്ചെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളത്തേക്കൊന്നും കേട് വരില്ല. അപ്പോൾ ഇതാ അതെല്ലാം ഞാനിങ്ങനെ തുടച്ച് വെക്കലാന്ന് കേട്ടോ. പുറത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഞാനിതാ നല്ലോണം നീറ്റാക്കി എടുത്ത്. പിന്നെ ഇതാ ക്യാരറ്റ്, കുക്കുംബർ, അത്യാവശ്യം വേണ്ട സാധനമൊക്കെ എല്ലാം ഒതുക്കി വെച്ച്. കുറേ ആൾക്കാർ റമദാൻ പ്രിപ്പറേഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിനൊന്നും ടൈം കിട്ടിയിട്ടില്ല. പിന്നെ വിചാരിച്ച് സ്നാക്സ് ഒന്നും അങ്ങനെ ഫ്രോസൺ ചെയ്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലേ. ഇക്കാക്കും അത് തന്നെയാണ് ഇഷ്ടം. ഒന്നാമത് നമ്മൾ കാലി വയറ്റിൽ ഇങ്ങനെ കുറേ ദിവസം മുമ്പേ ഫ്രിഡ്ജിൽ ആക്കി വെച്ചിട്ട് കഴിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇക്കാക്കും പിന്നെ വലിയ ഇഷ്ടമല്ല. ഓറഞ്ചിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിന്. അതങ്ങനെ അത്യാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായിന്. ജ്യൂസൊക്കെ അടിക്കാമല്ലോ. പിന്നെ പഴവും നല്ല ഓഫർ ഉണ്ടായിന്. പക്ഷേ രാത്രി ലേറ്റ് ആയതുകൊണ്ട് തന്നെ വലിയ എല്ലാവരും എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ നമുക്ക് അത്ര വലിയ ഫ്രഷ് ഒന്നുമല്ല കിട്ടിയത്. ഇപ്പോൾ 2 ടൈപ്പ് കിട്ടിയിട്ട് കുറച്ച് പച്ചയും കുറച്ച് പഴുത്ത പോലത്തെ എല്ലാം കിട്ടിയോണ്ട് പിന്നെ വിചാരിച്ച് ഇന്ന് പഴം നിറച്ചത് ഉണ്ടാക്കാമെന്ന്. പിന്നെ ഇതാ നമ്മൾ നട്ട്സൊക്കെ ഇങ്ങനെ ബോട്ടിലാക്കി വെക്കലാന്ന്. ഇതാവുമ്പോൾ നോമ്പറക്കുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കഴിച്ചാൽ മതിയല്ല. പിന്നെ വിചാരിക്കും എല്ലാവരും നോമ്പ് എന്ന് പറഞ്ഞാൽ ഫുഡടി മാത്രമാണ്. ഫുഡടി മാത്രമല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ ഈ ഭാഗത്തെല്ലാം കൂടുതൽ ചെയ്യാനുണ്ട്. വീഡിയോ ഒന്നും കൂടുതൽ അങ്ങനെ എടുക്കാനും അങ്ങനെ ടൈം കിട്ടൂല. ഇൻഷാല്ലാ പുതിയ പുതിയ റെസിപ്പീസ് എല്ലാം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ എന്തായാലും അപ്ലോഡ് ചെയ്യുക. പിന്നെ അപ്പോൾ കുറച്ചാളെല്ലാം വ്ളോഗൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ റമദാനിലെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്.
പിന്നെ അങ്ങനെ ഇതാ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. റെസിപ്പി ഇതാ മുട്ട പഫ്സിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഫില്ലിംഗ് എല്ലാം ഇതാ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി പഫ്സാണ് കേട്ടോ. നമുക്ക് എന്താണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ഒരു ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഞാനിതുപോലെ മാവൊക്കെ കുഴച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ടൈപ്പിലെല്ലാം ആക്കിയിട്ടാണ് ചെയ്യൽ. പിന്നെ ഇതാ നമ്മുടെ പഴം നിറച്ചതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ. അപ്പോൾ അതും ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ല. പിന്നെ ഇതാ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്യലാണ്. പിന്നെ ടൈമൊന്നുമില്ല, ഫുള്ളും തിരക്കായിപ്പോയി. പിന്നെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കലാന്ന്. കഴിഞ്ഞ റമദാൻ ബ്ലോഗിൽ കുറച്ച് വെറൈറ്റി സ്നാക്സിൻ്റെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാം. പിന്നെ ഇതാ ഫ്രൂട്ട്സൊക്കെ കട്ടതിന് ശേഷം കൈയോടെ തന്നെ അവിടെയൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ ഓറഞ്ച് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് ഇതാ അതൊക്കെ കട്ട് ചെയ്ത് വെക്കുമ്പോഴേക്കും മിക്ക വന്ന് പിന്നെ ഒക്കെ ജ്യൂസ് അടിച്ചന്ന്. ഓറഞ്ച് ജ്യൂസ് അടിക്കുമ്പോൾ ഇതാ ഇതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തതിന് നല്ല ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ജ്യൂസൊക്കെ അടിച്ച് എല്ലാം റെഡിയാക്കലാണ്. ബാങ്ക് കൊടുക്കാൻ ടൈമായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ സ്നാക്സ് എല്ലാം റെഡിയാക്കി വെച്ച് അങ്ങനെ ഇതാ അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് നമ്മുടെ നോമ്പുറ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇന്ന് എഗ് പഫ്സും പഴം നിറച്ചതാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഇതാ നമ്മൾ ഈത്തപ്പഴമൊക്കെ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുക. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയും കിടിലം വെറൈറ്റി വീഡിയോസും വ്ളോഗ്സും റെസിപ്പികളെല്ലാം ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.